വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ പൊട്ടേറ്റോ കറിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പറാട്ടയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു കറി. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഇതിലേക്ക് ഒരു സവോള, മീഡിയം സൈസുള്ള സവോള സ്ലൈസ് ചെയ്ത് ചേർക്കാം. സവോള ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത്, അതേപോലെ 8 വെളുത്തുള്ളി അല്ലി സ്ലൈസ് ചെയ്തത്, ഒരു പച്ചമുളക് നടുവെ പിളർന്നത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം പോകുന്നതാണ് പരുവം. പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് മസാല ഇടാനായിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ഈ ഒരു ടൊമാറ്റോയുടെ ഒരു 1/4 ഭാഗം ടൊമാറ്റോ മതിയാവും. ഇത്ര മതിയാവും. ഇതും ഇതിനകത്തേക്ക് ചേർക്കാം. വളരെ കുറച്ച് ടൊമാറ്റോയുടെ ഒപ്പം തന്നെ പൊട്ടേറ്റോ ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടേറ്റോ ആണ്. ഇതേപോലെ ക്യൂബ് ചെയ്തെടുത്തേക്കുന്ന ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തേക്കുന്നത്. മെഷറിംഗ് കപ്പിൽ അളന്നെടുത്താൽ ഏകദേശം 1.5 കപ്പ് പൊട്ടേറ്റോ ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റുക. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വഴറ്റുകയായിരുന്നു. ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. 1.5 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം അടച്ച് നമുക്ക് പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. പൊട്ടേറ്റോ ഒക്കെ വെന്തു. ഇനി കുറച്ചും കൂടെ തിക്കാവാനുണ്ട്. ഈ സ്റ്റേജിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ കറി ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നെങ്കിൽ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്തിട്ട് തിക്ക് മിൽക്ക് ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല എങ്കിൽ ഒന്നുകൂടെ തിക്കാക്കി എടുക്കുക. കുറച്ച് പൊട്ടേറ്റോസ് ഉടച്ചെടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. മൊത്തം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു പരുവം വരെ കുക്ക് ചെയ്യുക. നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് കടുക് വറുത്തിടാനായിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് 2 ടീസ്പൂൺ എണ്ണ, കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു മുളക് കീറിയിടാം. കൂടാതെ കുറച്ച് കറിവേപ്പില. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് ഈ കറിയിലേക്ക് ഇടാം.
നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കറി എടുത്തേക്കുന്നത്. ചൂടായുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടേറ്റോ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.